അപ്പോൾ ഓണക്കായി നമുക്ക് നമ്മുടെ ഫേസിനെ ഒന്ന് ഉഷാറാക്കി എടുക്കണ്ടേ വേണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കുൽസും എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കായക്കൽ ടീ ട്രീ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. ഇതൊരു 7 സ്റ്റെപ്പ് ഫേഷ്യലാണ്. വെറും 200 സംതിങ് രൂപയാണ് ഇതിന് വരുന്നുള്ളൂ, 300-ന് താഴെയാണ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിന് നമുക്ക് 7 സ്റ്റെപ്പുള്ള ഒരു അടിപൊളി ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്രയും സാഷേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ഗ്ലോ അപ്പ് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയി ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിൽ കിട്ടുന്ന ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയായിട്ടോ. ടീ ട്രീയുടെയും മീൻസ് ഒരു ഭയങ്കര സൂപ്പർ സ്മെല്ലാണ്. അതുപോലെ തന്നെ ഈ ക്ലെൻസറിൻ്റെ കാര്യം പ്രത്യേകം പറയണം. ഇങ്ങനെ എൻ്റെ ഇത് ഫേസിൽ ഇടുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാട്ടോ. ഈ യൂക്കാലിപ്റ്റസ് ഒക്കെ നമ്മളെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ തലവേദനയ്ക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു തണുപ്പ് കിട്ടില്ലേ, ആ ഒരു തണുപ്പാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയാട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ 5-10 മിനിറ്റ് അല്ല, സോറി 5 മിനിറ്റ് നമ്മൾ ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തുടച്ചെടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ഫോളിയേഷനാണ്, സ്ക്രബിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ തരുതരുന്നതിന് തോന്നില്ലേ മുഖത്ത്, അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഫേഷ്യലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ കൂടി അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു എക്സ്ഫോളിയേഷൻ സ്റ്റെപ്പും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടോ. ഒരു ടാനൊക്കെ ഒന്ന് മാറിയ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫേഷ്യൽ ക്രീമാണ് കേട്ടോ. ഈ ക്രീം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മസാജ് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ടു 15 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഡൾനെസ്സൊക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എപ്പോഴും ഫേഷ്യൽ മസാജ് ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഫേസ് തൂങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റെപ്പുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ഇത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു ക്രീം വെച്ചിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ക്രീം ഒരു ഗ്ലോയി, ഇപ്പം തന്നെ കണ്ടില്ലേ നല്ലൊരു ഗ്ലോ ലുക്കാണ് നമുക്കിത് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു ഫേഷ്യൽ കിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നോർമലി നമ്മൾ ഫേഷ്യൽ കിറ്റിലൊക്കെ ഈ ഒരു സ്റ്റെപ്പോട് കൂടി കാര്യങ്ങൾ കഴിയാറാണ് പതിവ്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പോട് കൂടി കാര്യങ്ങൾ കഴിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ എന്താ പറയുക, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയില്ലേ, അപ്പോൾ നമ്മുടെ ഫേസ് നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഗ്ലോയി ലുക്ക് കിട്ടും കേട്ടോ ആ ഒരു ഫേസിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫേഷ്യൽ മീൻസ് ഇതുപോലത്തെ സംഭവങ്ങൾ പാക്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ടു 15 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ ഇത് ഉണങ്ങി കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് ഒന്ന് കഴുകി കളയാം, അല്ലെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാനിത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഫേസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇലുമിനേറ്റിംഗ് റോൾ ഓൺ മാസ്ക് ആണ് കേട്ടോ ഇത്. അത് ഇലുമിനേറ്റിംഗ് ജെൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാക്കറ്റ് ഫുൾ ഒഴിച്ച് ഈ ഒരു കുപ്പിയിലെ മൊത്തം ഇലുമിനേറ്റിംഗ് ജെല്ലും അതിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു തിക്ക് ലെയറായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു 20 ടു അരമണിക്കൂറോളം നമ്മൾ ഫേസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കത് ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്കതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൊമെൻ്റ് ആട്ടോ അതിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാനൊരു 20 ടു അരമണിക്കൂർ വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഉണങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിങ്ങനെ പറഞ്ഞു പോരുന്ന കണ്ടില്ലേ, കഴുത്തൊക്കെ ഏകദേശം പറഞ്ഞു പോന്നു. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്നറിയോ, നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു സൂത്തിങ് എഫക്റ്റാണ് നമുക്കിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ അടിപൊളി നല്ല സോഫ്റ്റ്, നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ തൊട്ടാൽ മിനുസ്സുള്ളൊരു പോലത്തെ ഉള്ള ഫേസ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫൈനൽ. ഇനി നമ്മൾ വാഷും കൂടി ചെയ്തപ്പോഴത്തെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറാണ്. ഇത് ടീ ട്രീ ഫേസ് സെറമാണ്. ഈ സെറം കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ കഴിഞ്ഞു കേട്ടോ.
അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫേഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു ഓണം ഗ്ലോ അപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കൂ. അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ മുന്നേക്ക് നിങ്ങൾക്കൊന്ന് ഗ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തേക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.